നമസ്കാരം. ഈ ലോകത്തിലെ ഏറ്റവും പ്രശ്നഭരിതമായ അതിർത്തി ഏതാണ്? മിക്കവരും ഇന്ത്യ പാക് അതിർത്തി എന്ന് പറയും. എന്നാൽ അതിനേക്കാൾ രക്തരൂക്ഷിതമായ മറ്റൊരു അതിർത്തിയുണ്ട്. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന ഡ്യൂറന്റ് ലൈൻ. എന്താണ് ഈ രേഖ? ഇത് എങ്ങനെ നിലവിൽ വന്നു? ഈ അതിർത്തി നിർണയം എങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിൽ തീരാത്ത യുദ്ധമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. 1893 ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടാക്കിയ ഒരു കരാറായിരുന്നു ഇത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ സർ മോർട്ടിമർ ഡ്യൂറന്റ് ആണ് ഈ രേഖയ്ക്ക് പിന്നിൽ. റഷ്യൻ സ്വാധീനം തടയാനും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷിതമാക്കാനും വേണ്ടി വരച്ച രേഖയാണിത്. 1947 പാകിസ്ഥാൻ രൂപീകരിച്ചപ്പോൾ ഈ രേഖ അവരുടെ പടിഞ്ഞാറൻ അതിർത്തിയായി മാറി. ഡ്യൂറന്റ് ലൈനിനെ ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി അഫ്ഗാനിസ്ഥാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇത് ഒരു കൊളോണിയൽ രേഖയായി അവർ തള്ളിക്കളയുന്നു. അതിർത്തി രേഖ കടന്നു പോകുന്നത് ഒരേ വംശത്തിൽപ്പെട്ട പഷ്തൂൺ ജനതയെ രണ്ടായി മുറിച്ചുകൊണ്ടാണെന്നതും ഒരു വലിയ പ്രശ്നമാണ്. അതിർത്തിയുടെ ഇരുവശത്തുമുള്ള പഷ്തൂൺ മേഖലകളെ ഏകീകരിച്ച് പഷ്തൂണിസ്ഥാൻ എന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്ന വാദമാണ് പഷ്തൂൺ ജനത ആവശ്യപ്പെടുന്നത്. ഇതുതന്നെയാണ് തർക്കത്തിന്റെ കാതലും. തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ പോലുള്ള ഭീകര സംഘടനകൾ ഈ അതിർത്തികളിൽ തമ്പടിക്കുകയും പാകിസ്ഥാനെ ആക്രമിക്കാൻ അതിർത്തി ഉപയോഗിക്കുന്നുവെന്നുമാണ് പാകിസ്ഥാൻ എപ്പോഴും ആരോപിക്കുന്നത്. ഒരു കൊളോണിയൽ രേഖ കാരണം രണ്ട് അയൽക്കാർ തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയവും വംശീയവുമായ പ്രശ്നമാണ് ഡ്യൂറന്റ് ലൈൻ. ഡ്യൂറന്റ് ലൈൻ ഈ ദിവസങ്ങളിൽ രക്തരൂക്ഷിതമായ സംഘട്ടനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കുറച്ചു ദിവസം മുൻപ് പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാൻ മണ്ണിൽ, പ്രത്യേകിച്ച് തലസ്ഥാനമായ കാബൂളിൽ ഉൾപ്പെടെ പലയിടത്തും വ്യോമാക്രമണം നടത്തി. പാകിസ്ഥാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ തെഹരീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടനയുടെ ഒളിത്താവളങ്ങൾ തകർക്കുക എന്നതായിരുന്നു പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾക്ക് കാരണമായി പറഞ്ഞത്. ഈ ആക്രമണങ്ങൾ നടന്നത് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി സുപ്രധാന നയതന്ത്ര ചർച്ചകൾക്കായി ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയത്താണ് എന്നതും ശ്രദ്ധേയമായി. ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ അടുക്കുന്നതിൽ പാകിസ്ഥാനുള്ള അതൃപ്തിയുടെ സൂചനയായി ഇതിനെ പലരും വിലയിരുത്തുന്നുണ്ട്. തങ്ങളുടെ പരമാധികാരം ലംഘിക്കപ്പെട്ടുവെന്നാരോപിച്ച് പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ അഫ്ഗാൻ താലിബാൻ സേന അതിർത്തിയിൽ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയത്. ഡ്യൂറന്റ് ലൈനിലെ പാക് സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമാക്കി അഫ്ഗാൻ സേന കനത്ത ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തി. ഹെൽമന്ദ്, ഖോസ്റ്റ്, നൻഗർഹാർ തുടങ്ങിയ 7 പ്രവിശ്യകളിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. ഈ തിരിച്ചടിയിൽ 58ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും അതിർത്തിയിലെ 25ഓളം സൈനിക പോസ്റ്റുകൾ തങ്ങൾ പിടിച്ചെടുത്തതായും താലിബാൻ അവകാശപ്പെട്ടു. തങ്ങളുടെ സൈനികർ തിരിച്ചടിച്ചെന്നും അഫ്ഗാൻ സേനയുടെ 200-ലധികം പോരാളികളെ കൊലപ്പെടുത്തിയെന്നും അഫ്ഗാൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തെന്നും പാകിസ്ഥാനും അവകാശപ്പെട്ടു. സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി പൂർണ്ണമായും അടച്ചു. സ്ഥിതിഗതികൾ വഷളായതോടെ ഖത്തർ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്കായി രംഗത്തെത്തി. ഈ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഡ്യൂറന്റ് ലൈനിലെ സംഘർഷം ലഘൂകരിക്കാൻ തീരുമാനിച്ചതായി അഫ്ഗാനിസ്ഥാൻ വക്താവ് അറിയിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇരുപക്ഷവും പറയുന്നത്. ഇതുവരെ ഒരു അഫ്ഗാൻ ഭരണകൂടവും അംഗീകരിക്കാത്ത ഈ രേഖ ഇന്നും ഒരു തീരാത്ത യുദ്ധഭൂമിയായി തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത അതിർത്തി തർക്കങ്ങളിൽ ഒന്നാണ് ഡ്യൂറന്റ് ലൈൻ.